ഞാനൊരു ആക്ടറെ ആയിട്ടില്ല. മറ്റെന്തെങ്കിലും നമുക്ക് ആർക്കെങ്കിലും മൈക്ക്. അഖിൽ മാരാർ എന്ന ഡയറക്ടർ, അഖിൽ മാരാർ എന്ന ആക്ടറിനെ ഏതെങ്കിലും ഇൻസ്റ്റൻസിൽ ഹെൽപ്പ് ചെയ്തിരുന്നോ ഈ പടത്തിൽ? അല്ല, അത് കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. കാര്യം ഒരു സംവിധായകൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തരാതെ തന്നെ കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന സമയത്ത് അതിനെ കുറച്ചും കൂടെ മോൾഡ് ചെയ്യുമ്പം ഡയറക്ടർ കുറച്ചും കൂടെ ബെറ്റർ ഡയറക്ടറായിട്ട് മാറും. പക്ഷെ അല്ലെങ്കിലും ഈ പറയുന്ന അതേസമയം ഇപ്പം എനിക്ക് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകാൻ എളുപ്പവഴി കോട്ടയം വഴിയാണ് എളുപ്പവഴിയെങ്കിൽ ആ കോട്ടയം വഴി തന്നെ പോകണമെന്ന് ഞാൻ പറയുകയും ഡയറക്ടർ പറയുകയും ചെയ്താൽ അത് രണ്ടും ഈക്വലാണ്. അതിൻ്റെ അർത്ഥം ഒരാളുടെ അഭിപ്രായം ഒരാൾ സ്വീകരിച്ചു എന്നോ അത് ശരിയെന്നുള്ള നിലയല്ല. അതാണ് അതിൻ്റെ ശരി. ഇപ്പം ഞാൻ ചെയ്യുന്നൊരു സംഭവം ശരിയായിട്ട് വന്നു എന്ന് ഡയറക്ടർക്ക് തോന്നിയാൽ അത് നല്ലതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഈ കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് ഒക്കെ പറയുമ്പോൾ കുറച്ച് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്താ പ്രശ്നം ചെയ്ത് എത്ര മനസ്സിലാക്കിയിട്ടും കാര്യമില്ല. ഇപ്പം നമ്മളിൽ ചില ഈ പരസ്യങ്ങളൊക്കെ കാണത്തില്ലേ, ഭയങ്കര മോഡേൺ ലുക്കിലൊക്കെ ചിലർ ഇരിക്കും. നമ്മൾ ഇതേ കണക്ക് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യും. ആ ഹെയർ സ്റ്റൈൽ വേറെ എന്തെങ്കിലും രീതിയിലിരിക്കും. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാണും നമ്മൾ ഇതാ ചെയ്യുന്നത്. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഫീൽ വരണം. ഇപ്പം ഞാൻ ഭയങ്കരമായ രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഫേസ് ഇട്ട് പിടിക്കുകയും കാണുന്ന ആൾക്കാർക്ക് ചിരി തോന്നുകയും ചെയ്തിട്ട് കാര്യമില്ല. അപ്പം മുഖത്ത് ഭാവങ്ങൾ വിരിയുക, അത് വിരിയിച്ചെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുക എന്നുള്ളതാണ് ഒരു ഭാഗ്യം ഉണ്ടാകുന്നത്. ചിലർക്ക് ഇൻബോണായിട്ട് തന്നെ അതുണ്ടാവും. അല്ല, ആക്ച്വലി സിനിമയിലേക്ക് ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഞാൻ ഈ കള്ളം പറഞ്ഞ് സംസാരിക്കുന്ന താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. സിനിമയിലേക്ക് അഭിനയിക്കാൻ എനിക്ക് ആക്ച്വലി ബിഗ് ബോസ് കഴിഞ്ഞപ്പം കുറേ അവസരങ്ങൾ വന്നിരുന്നു. ഈ സബ്ജക്റ്റ് ആക്ച്വലി ബാബുവേട്ടൻ എന്നെ ആദ്യം വിളിച്ച സമയത്തും ഞാൻ നേരത്തെ എല്ലായിടത്തും പറയുന്ന കണക്ക് ഞാൻ ഉള്ളി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മാത്രമാണ് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം നോക്കിയത്. സിനിമ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ആണ്. എല്ലാവരുമായിട്ട് സൗഹൃദമുണ്ട്, അടുപ്പമുണ്ട്. എപ്പോൾ വിചാരിച്ചാലും എനിക്ക് സിനിമ ചെയ്യാം. അഭിനയിക്കണമെന്നുള്ള വലിയ ആഗ്രഹമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെടുത്തും അഭിനയിക്കുന്നതിനെ പറ്റി പറഞ്ഞതുമില്ല. അപ്പോൾ ഈ ബാബുവേട്ടൻ എന്നെ വിളിച്ച സമയത്ത് ഞാൻ ഒഴിഞ്ഞു മാറിയതാണ്. പക്ഷേ പിന്നീട് ആസാദൊക്കെ വിളിച്ചു. ആസാദൊക്കെ അതായത് ഒരു ഡയറക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ എന്നോട് ഈ സിനിമയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കൺഫ്യൂഷൻസൊക്കെ അവർ ക്ലിയർ ചെയ്ത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഒരു നിയോഗം പോലെയാണ്. അപ്പോൾ ഇത് സംഭവിക്കേണ്ടതാണ്, ഞാനിതിൽ അഭിനയിക്കേണ്ടതാണ്, ഇത് ഇന്ന് നിങ്ങൾ കാണേണ്ടതാണ്, നാളെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവേണ്ടതാണ്. അപ്പോൾ സംഭവിക്കാനുള്ളത് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായതാണ്. അത് മാത്രമല്ല, രണ്ട് മൂന്ന് കാരണങ്ങൾ മറ്റൊക്കെ ഉണ്ട്. അത് വരുന്ന സമയത്ത് ഞാൻ പറയാം. അതായത് ഈ സിനിമയിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ച മറ്റു ചില ഘടകങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ചും കൂടെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഘടകങ്ങളാണ് എന്നുള്ള സത്യം. ഓക്കെ, സംവിധായകനായിട്ടാണ് ആദ്യം നമ്മൾ അഖിലേട്ടനെ ആദ്യമായി കാണുന്നത്. ശേഷം ഇപ്പം നായകനായി സിനിമയിലേക്ക് എത്തുന്നു. മുൻപോട്ട് നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? സംവിധായകനായിട്ട് പ്രതീക്ഷിക്കണോ അതോ ഒരു നായകനായിട്ട് തന്നെ പ്രതീക്ഷിക്കണം? അഖിൽ മാരാനായിട്ട് പ്രതീക്ഷിച്ചാൽ മതി. താങ്ക് യു. ഇങ്ങനെയുള്ളത് ആൻഡ്